നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനും വൈദിക സമിതിയുടെ തീരുമാനം. സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമായി ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. പറവൂരിൽ ഗ്രേഡ് SI തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറക്കൽ സ്റ്റേഷനിലെ SI ഷിബു ആണ് തൂങ്ങി മരിച്ചത്. വാർത്തകൾ വിശദമായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനും വൈദിക സമിതിയുടെ തീരുമാനം. ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം. പാതിര കുർബാന ഏകീകൃതമാക്കാൻ അനുവദിക്കില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന കുർബാന തർക്കം ഒത്തുതീർപ്പാക്കാനായി മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നേരിട്ടെത്തി പലതലങ്ങളിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതേ തുടർന്ന് സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പ്രത്യേക സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അമ്പലക്കാട് സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ 31 കുടുംബ സമ്മേളന യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിന്നും അമ്പഴക്കാട് ഫൊറോന പള്ളിയിലേക്ക് നടത്തിയ മെഗാ കരോൾ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായിട്ടുള്ള മേഖല കൺവീനർമാരെ, യൂണിറ്റ് അംഗങ്ങളെ, ഇടവക അംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരെ, സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മെഗാ കരോൾ നൊവേല 2023 എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയുമായിട്ടുള്ള ഈ ക്രിസ്മസ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മാള ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ KV രഘു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിൻസെന്റ് ഇല്ലിക്കാണി, മെഗാ കരോൾ ജനറൽ കൺവീനർ തോമസ് ഇല്ലിക്കാണി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് ഇലഞ്ഞിക്കൽ, ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ, കൈക്കാരന്മാർ, കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമായി ക്രിസ്തുമസ് ട്രീ ഒരുക്കിയത്. ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത്. സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു. 6 മാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രമെടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 100 കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് 30 അടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത്. ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത്. ഇത്രയും അധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിൻ്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പാൾ ശ്രീജീഷ്, അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു. ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കയർ കൊണ്ട് നിർമ്മിച്ച മതിലകം പള്ളിവളവിലെ ക്രിസ്മസ് സ്റ്റാർ ശ്രദ്ധേയമായി. മതിലകം പള്ളിവളവ് സെന്റ് ജോസഫ് ചർച്ചിന് മുൻഭാഗത്തായാണ്
ജീസസ് യൂത്ത് പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചത്. പള്ളിക്കു കീഴിലെ ജീസസ് യൂത്ത് പ്രവർത്തകരായ 15 യുവാക്കൾ 6 ദിവസം അധ്വാനിച്ചാണ് 32 അടി ഉയരമുള്ള ഭീമൻ സ്റ്റാർ ഉണ്ടാക്കിയത്. നക്ഷത്രത്തിന്റെ മധ്യഭാഗത്തായി മനോഹരമായ പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്. 80 കിലോ കയറുപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് നക്ഷത്രത്തിന് ഇതിനോടകം സ്റ്റാർ പരിവേഷം ലഭിച്ചിരിക്കുകയാണ്. ജോസഫ് സാം, കിറ്റോ ജോസ്, അലക്സ്, അബിൻ, നോബിൾ, നിൻഡോ, നിതിൻ, ലിവിൻ, അലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് പെരുവനം സതീശന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം നടന്നു. 10 ഗജവീരന്മാരാണ് കാർത്തിക നാളായ ഇന്ന് പഞ്ചാരിമേളത്തിനൊപ്പം അണിനിരന്ന് തിടംപേറ്റിയത്. വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, തിരുവാതിരക്കളി എന്നിവ നടക്കും. പറവൂരിൽ ഗ്രേഡ് SI തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറക്കൽ സ്റ്റേഷനിലെ SI ഷിബു ആണ് തൂങ്ങി മരിച്ചത്. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഏറെ മദ്യപിച്ചിരുന്നതായാണ് പോലീസുകാർ പറയുന്നത്. തുടർന്ന് ജീവനൊടുക്കിയതാവാം എന്ന് കരുതുന്നുവെന്നും പോലീസുകാർ പറയുന്നു. പറവൂർ തത്തപ്പള്ളിയിലെ വീട്ടിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനും വൈദിക സമിതിയുടെ തീരുമാനം. സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമായി ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. പറവൂരിൽ ഗ്രേഡ് SI തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറക്കൽ സ്റ്റേഷനിലെ SI ഷിബു ആണ് തൂങ്ങി മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.